അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, വളരെ വേണ്ടപ്പെട്ട മുഹബ്ബീങ്ങളെ, വിശ്വാസികളുടെ മനോനുകരങ്ങളിൽ വലിയ ആവേശവും ആനന്ദവും ആനന്ദദായകവുമായ പൂർത്തിയാക്കപ്പെട്ട പരിശുദ്ധ റമദാൻ, പുണ്യങ്ങളുടെ പൂക്കാല വർഷം നമ്മിലേക്ക് ഇതാ കയറി വരാൻ പോവാണ്. ചൊവ്വാഴ്ച മഗ്‌രിബ് വാങ്കോടെ പിറ കണ്ടാൽ പരിശുദ്ധ റമദാനിൻ്റെ ആദ്യത്തെ രാവാണ് നമ്മിലേക്ക് കയറി വരുന്നത്. പിറ കണ്ടില്ലെങ്കിൽ ബുധനാഴ്ച മഗ്‌രിബോടെ ഉറപ്പായി റമദാന്റെ ഫസ്റ്റ് രാത്രി. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ലാഭകരമാക്കാൻ, അതായത് ഒരു വർഷമോ ഒരു ദിവസമോ ഒരു മാസമോ അല്ല, ഒരു ലൈഫ് ടൈം മുഴുവൻ, ഒരു ആയുസ് മുഴുവൻ ലാഭമാക്കി എടുക്കണം, ഒരാൾക്ക് വിജയിക്കണം എന്ന് മോഹമുണ്ടെങ്കിൽ ആ ഒറ്റ രാത്രി കൊണ്ട്, റമദാന്റെ ആദ്യ രാത്രി കൊണ്ട് എല്ലാം നമുക്ക് സ്വായത്തമാക്കാൻ പറ്റും. അതിന് സിമ്പിളായിട്ട് ചെയ്യേണ്ട പ്രഥമ രാത്രിയിൽ ആദ്യ രാവിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കർമ്മങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ക്ലാസ് മുഴുവനായിട്ട് കേൾക്കണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം, നിർബന്ധമായും കമൻറ്റ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോകണം, ലൈക്ക് ചെയ്യണം. എന്തിനാ, ഒരുപാട് പേർക്ക് ക്ലാസ് എത്താൻ വേണ്ടിയാണ്. ഒരുപാട് പേര് കമൻറ്റിൽ ദുആ ചെയ്യാൻ വേണ്ടി ഒട്ടനവധി വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരെയും ഓർക്കുന്നുണ്ട്, ചേർക്കുന്നുണ്ട്. എല്ലാവർക്കും അല്ലാഹു ഖൈർ നൽകട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. നോക്കാം പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിൽ എല്ലാവരെയും ശിക്ഷിക്കാൻ തീരുമാനിച്ചിട്ടില്ല. അതായത് എല്ലാവരെയും നരകത്തിലിടാൻ അള്ളാഹു പ്ലാൻ ചെയ്തിട്ടില്ല എന്നതിൻ്റെ അടയാളമാണ് അള്ളാഹു നമുക്ക് റമദാൻ തരുന്നത് എന്ന് സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല ലൗ അറാദ അല്ലാഹു തആല അൻ യുഅദ്ദിബ ഉമ്മത്ത മുഹമ്മദിൻ മാ അഅതാഹു റമദാൻ വഖുൽ ഹുവല്ലാഹു അഹദ്. അങ്ങനെ ആര്യാർ തങ്ങൾ പറയുന്നത്, അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും ശിക്ഷിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ, എല്ലാവരും പരാജയപ്പെട്ടു പോകുന്നവരായിരുന്നെങ്കിൽ മാ അഅതാഹു റമദാൻ, അള്ളാഹു റമദാൻ കൊടുക്കുമായിരുന്നില്ല, അള്ളാഹു സൂറത്തുൽ ഇഖ്ലാസ് കൊടുക്കുമായിരുന്നില്ല. ഈ രണ്ട് സമ്മാനം അള്ളാഹു നൽകിയത്, അള്ളാഹു എല്ലാവരെയും പരാജയപ്പെടുത്തൂല. വലിയൊരു സമൂഹം ഉമ്മത്ത് രക്ഷപ്പെടാൻ പോകുന്നുണ്ട്. അതിൻ്റെ രക്ഷാമാർഗം എന്താ? പ്രധാനപ്പെട്ട മാർഗം പരിശുദ്ധ റമദാൻ. അപ്പോൾ റമദാൻ നമുക്ക് കയ്യിലേക്ക് വന്ന് കിട്ടാന്ന് പറയുന്നത് തന്നെ നമ്മുടെ രക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ സൗഭാഗ്യമാണ്, ഞാമത്താണ്, വലിയ ഞാമത്താണ്. അപ്പോൾ നോക്കാം പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമദാനിലെ ചൊവ്വാഴ്ച പിറ കണ്ടു എന്ന് നമ്മൾ വിവരം കിട്ടിയാൽ ആ ആദ്യത്തെ രാവ്, ഫസ്റ്റ് നൈറ്റ് റമദാനിൻ്റെ, അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യത്തോടെ അവൻ്റെ അടിമകളിലേക്കൊരു നോട്ടം നോക്കും, റഹ്മത്തിൻ്റെ നെളറ്. ആ നോട്ടം ഈ കഴിഞ്ഞുപോയ ഒരു ഉമ്മത്തിനെ അള്ളാഹു നോക്കിയിട്ടില്ല. റമദാൻ ആർക്കും അള്ളാഹു കൊടുത്തിട്ടില്ല. അമ്പിയാക്കൾ ചോദിക്കുന്നുണ്ട്, ഈ ഉമ്മത്തിന് കിട്ടിയ സമ്മാനങ്ങൾ റമദാൻ ഖുർആൻ പോലത്തെ അള്ളാഹു കൊടുത്തില്ല, അത് തരാൻ പറ്റില്ല, അത് ഈ ഉമ്മത്തിനുള്ളതാണ്, അത് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ളതാണ് എന്നാണ്. അപ്പോൾ അള്ളാഹിൻ്റെ നിഅമത്ത് കൊണ്ട് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തായതുകൊണ്ട് നമുക്ക് കിട്ടി, അത്ര സൗഭാഗ്യമാണ്. അപ്പോൾ അള്ളാഹിൻ്റെ കാരുണ്യത്തോടെ നോട്ടം അള്ളാഹു നോക്കും പരിശുദ്ധ റമദാൻ്റെ ആദ്യത്തെ രാവിൽ. അത് പ്രതീക്ഷിക്കണം നമ്മൾ. അപ്പോൾ അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റാഹിമീൻ എന്ന് അള്ളാഹിൻ്റെ കരുണ ആദ്യ രാവിൽ ചോദിക്കുന്നവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും അള്ളാഹു തുറന്നു കൊടുക്കും. ഫസ്റ്റ് രാത്രി ഇത് ഓർക്കണം. ഇനി കേട്ടോളൂ പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ ഷോർട്ടാക്കി പറയാം, എല്ലാവർക്കും ചെയ്യാൻ പാകത്തിന്. പിറ കണ്ടു, റമദാന്റെ പിറ കണ്ടു എന്ന് ബോധ്യപ്പെട്ടാൽ ഫസ്റ്റ് നമ്മൾ മിനിമം ചുരുക്കി ഞാൻ പറയാം, അല്ലാഹു അക്ബർ, ആ തക്ബീർ നമ്മൾ ചൊല്ലണം. മിനിമം നമ്മൾ എന്ത് ചെയ്യണം? അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് അള്ളാഹുവിനെ സ്തുതിക്കണം. എന്തുകൊണ്ടാ? റമദാനിൻ്റെ തലേന്നാൾ നമ്മൾ മരിച്ചുപോയില്ലല്ലോ, റമദാനിൻ്റെ തൊട്ടുമ്പോൾ ആഴ്ച മരിച്ചില്ലല്ലോ, നമുക്ക് റമദാൻ നഷ്ടമായില്ലല്ലോ, റമദാനിലേക്ക് കയറിയില്ലേ. അൽഹംദുലില്ലാഹ്, ആ സൗഭാഗ്യത്തിന് അള്ളാഹിനോട് നന്ദി പറയണം. അൽഹംദുലില്ലാഹ് ആദ്യ രാവിൽ മനസ്സറിഞ്ഞ് പറയണം, റമദാൻ തന്ന അള്ളാഹുവെ സർവസ്തുതിയും. എന്നിട്ട് ചെയ്യേണ്ട പരിപാടി എന്താണെന്നറിയോ? നമ്മൾ നിയ്യത്ത് വെക്കണം. അള്ളാഹുവെ, ഇക്കൊല്ലത്തെ റമദാനിൻ്റെ എല്ലാ തറാവീഹ് നിസ്കാരവും എല്ലാ നോമ്പും എടുക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു. ആണും പെണ്ണും സഹോദര സഹോദരിമാരും മാതാപിതാക്കളും എല്ലാവരും കരുതണം. അത് കരുതി എന്താ ഗുണമെന്നറിയോ? എന്തെങ്കിലും കാരണവശാൽ ഏതെങ്കിലും അമൽ നഷ്ടപ്പെട്ടു പോയാൽ, രോഗങ്ങൾ കൊണ്ടോ മറ്റോ, അള്ളാഹു അങ്ങനെ അല്ലാതെ നമുക്ക് കാവൽ തരട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു ആ പ്രതിഫലം നമുക്ക് നൽകും. നമ്മുടെ നിയ്യത്ത് പോലെയാണ്. അപ്പോൾ ഇന്ന് മനസ്സറിഞ്ഞ് റമദാൻ്റെ ആദ്യ രാത്രി നിയ്യത്ത് ചെയ്യണം. പ്രത്യേകിച്ച് റമദാനിൻ്റെ ഇക്കൊല്ലത്തെ എല്ലാ നോമ്പും, 2026 ഇക്കൊല്ലത്തെ റമദാന്റെ എല്ലാ നോമ്പെടുക്കാനും ഞാൻ കരുതിയിരിക്കുന്നു അല്ലാന്ന് ആദ്യത്തെ രാവിൽ നിയ്യത്ത് ചെയ്താൽ, എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിയ്യത്ത് മറന്നുപോയ ദിവസത്തിൽ നമ്മുടെ നോമ്പ് നഷ്ടാവില്ല. അതും നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ് നമ്മൾ പ്രിയപ്പെട്ടവരെ. ഇനി കേട്ടോളൂ, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സൂറത്തുൽ മുൽക്ക്, തബാറക്കല്ലദീ ബിയദിൽ മുൽക്ക് പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ആ സൂറത്ത് ഒരു തവണ നമ്മൾ സുന്നത്താണ് എന്ന നിയ്യത്തിൽ പാരായണം ചെയ്യണം. റമദാന്റെ ആദ്യത്തെ രാവിലെ പറയുന്നത് ഒരു വട്ടം, എപ്പോഴും ഗ്യാപ്പ് കിട്ടിയാലും
അങ്ങനെ പാരായണം ചെയ്താൽ ഒരു ഫർള് ചെയ്ത കൂലി കിട്ടും. ഇനി എല്ലാ സുന്നത്തിനും ഫർളിന്റെ കൂലിയാ. അൽഹംദുലില്ലാ, സുബ്ഹാനല്ലാഹ്, അസ്സലാമു അലൈക്കും, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലുന്നതിന് ഫർള് ചെയ്ത കൂലി കിട്ടും. ഒരു സുന്നത്തും, ചെരുപ്പ് കാലിൽ ധരിക്കുമ്പോൾ ആദ്യം വലത് കാൽ ധരിക്കണം, സുന്നത്താണ്. ബിസ്മി ചൊല്ലിയിട്ട് ധരിക്കണം, സുന്നത്താണ്. എല്ലാറ്റിനും ഫർളിന്റെ കൂലിയാണ്. ആലോചിച്ച് ഭയങ്കര കൂലിയാണ്. ഒന്നും നഷ്ടപ്പെടരുത്. സാന്ദർഭികമായി സൂറത്തുൽ മുൽക്ക്. അപ്പോൾ റമദാനിൻ്റെ 30 ദിവസവും അള്ളാഹു ഒരു പ്രത്യേക സെക്യൂരിറ്റി നമുക്ക് നൽകും. ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാവും, കാവൽ. ഒരു ദിവസവും രോഗമോ പ്രയാസമോ പിന്നെ മുട്ടുവേദനയോ കാലുവേദനയോ വന്നിട്ട് അമൽ നഷ്ടപ്പെടില്ല. ഇനി കേട്ടോളൂ പ്രിയപ്പെട്ടവർ, ഖുർആനിൽ ഒരു അത്ഭുത സൂറത്തുണ്ട്. ആ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പരിചയപ്പെടുത്തുന്നത് എനിക്ക് കഴിഞ്ഞ ദിവസം ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സൂറത്ത് ഓതി തന്നു. സൂറത്ത് അവതരിച്ചിട്ടുണ്ട്. ആ സൂറത്ത് അഫ്ളലു മിന ദുനിയ വമാ ഫിഹാ, ഈ ദുനിയാവിൻ്റെ സകലമാന സമ്പത്ത് സൗകര്യത്തെക്കാൾ ഏറ്റവും പുണ്യമാക്കപ്പെട്ട, ഏറ്റവും ഉത്തമമാക്കപ്പെട്ട സൂറത്താണ് ആ സൂറത്ത്. ആ സൂറത്തിന് ഈ ദുനിയാവിൻ്റെ സകല സമ്പാദ്യങ്ങളെക്കാൾ വിലയുണ്ട്. അങ്ങനെ ഒരു സൂറത്ത് ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുന്ന ഖുർആനിലെ 48-ാമത്തെ 29 ആയത്തുള്ള ആ ചെറിയ സൂറത്താണ്. ആ സൂറത്തിൻ്റെ പേര് സൂറത്തുൽ ഫത്ഹ് എന്ന് പറയും. പേര് തന്നെ എന്താ? വിജയം. ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, കച്ചവടത്തിൽ, വരുമാന മാർഗത്തിൽ, പഠനത്തിൽ, മക്കളുടെ കാര്യത്തിൽ, ഭർത്താവിൻ്റെ കാര്യത്തിൽ, ഭാര്യയുടെ കാര്യത്തിൽ, നമ്മുടെ A to Z സകല കാര്യത്തിലും വിജയം വേണോ? സൂറത്തുൽ മുൽക്ക് അത് മതിയാകും. അത് എപ്പോഴും എല്ലാ രാത്രിയിലും ഓതാം, വളരെ പുണ്യമാണ്. എന്നാലോ പരിശുദ്ധമായ റമദാനിൻ്റെ ആദ്യത്തെ രാവിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന പ്രമുഖ സ്വഹാബിയാണല്ലോ, പ്രഗത്ഭനായ സ്വഹാബിയാണ്. ആ സ്വഹാബി വരും പറയുന്നുണ്ട്, ബലഗനി അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും ഒരു കാര്യം ഞങ്ങൾക്ക് കിട്ടിയെന്ന്. ആ ഹദീസ് ഞങ്ങൾ കേട്ടു, ലൈവായിട്ട് കേൾക്കണമല്ലോ. അങ്ങനെ കേട്ടു പഠിച്ചൊരു ഹദീസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പറയുന്നത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? മൻ ഖറഅ സൂറത്തുൽ ഫത്ഹി ഫി അവ്വലി ലൈലത്തി മിൻ റമളാൻ, റമളാന്റെ ആദ്യ രാത്രി ഓർക്കണം, എല്ലാവരും നോട്ട് ചെയ്യണം. അത് ചൊവ്വാഴ്ച അസ്തമിച്ചതോടെയാണെങ്കിൽ അൽഹംദുലില്ലാ മറക്കരുത്. ഏതായിരുന്നാലും ബുധനാഴ്ച ഉറപ്പായിട്ട് വരുമല്ലോ, കരുതി വെക്കണം. രാവിലെ തന്നെ ഓതണം സൂറത്തുൽ ഫത്ഹ്. ഒരു വട്ടം, ഒറ്റ വട്ടം പാരായണം ചെയ്താൽ മിനിറ്റുകൾ മതി. കിട്ടാൻ പോകുന്ന നേട്ടം നോക്കിയ പ്രിയപ്പെട്ടവര്, മർറ അമുഹു കുല്ലുഹു ഗിനാ. ആ ഒരു വർഷം, അതായത് ഈ ഒരു 2026 ഇക്കൊല്ലത്തെ നോമ്പിന്റെ ആദ്യത്തെ റമളാന്റെ രാത്രിയിൽ, പ്രഥമ രാത്രിയിൽ സൂറത്തുൽ ഫത്ഹ് നമ്മൾ ഓതിയാൽ ഒരു കൊല്ലത്തേക്ക് അള്ളാഹു സമ്പൽ സമൃദ്ധി എല്ലാം നമുക്ക് ഒഴുക്കിത്തരും എന്നാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സാമ്പത്തിക വരുമാന മാർഗങ്ങൾ, കച്ചവടം, കടത്തിൻ്റെ കാര്യങ്ങൾ, സാമ്പത്തികമായി ബന്ധപ്പെട്ട എല്ലാ മൈനസുകളും നമുക്ക് നികത്തിയെടുക്കാൻ പറ്റുന്ന സൗഭാഗ്യത്തിൻ്റെ സൗഭാഗ്യമാണ്. ഒന്നോർത്തു വെക്കണം. സൂറത്തുൽ ഫത്ഹ് ആദ്യ രാവിലെ ഓതിയാൽ എല്ലാവിധ സമ്പൽ സമൃദ്ധി. ഒഫി റിവായത്തിൻ ഉഖറ, മറ്റൊരു റിപ്പോർട്ടിൽ കാണുന്നുണ്ട്, കുല്ലുഹു ഖൈർ, എല്ലാ ഖൈറും അല്ലാഹു തുറന്ന് നൽകും. അതുകൊണ്ട് ഒരിക്കലും മറക്കരുത് സൂറത്തുൽ ഫത്ഹിൻ്റെ കാര്യം. ഓർമ്മ വേണം, ഓതണം, തെറ്റുകൂടാതെ ഓതണം. അൽഹംദുലില്ലാഹ്, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇമാം ഖുർത്തുബി തങ്ങൾ തൻ്റെ തഫ്സീറിൽ, ഇസ്മായിൽ ഹഖി തങ്ങൾ അവിടുത്തെ റൂഹുൽ ബയാനിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിസ്സാരമായൊരു സംഗതിയല്ല, ഇമ്പോർട്ടൻ്റ് ആയൊരു വിഷയമാണ്. ഇത് നമ്മൾ ഓർത്തു വെക്കണം. പിന്നെ ഒരു തറാവീഹോ ഒരു നോമ്പോ അതിൻ്റെ പോരിശോ ഒന്നും കുറയാത്ത തരത്തിൽ നമ്മളെല്ലാം വേണ്ടി എടുക്കാൻ വേണ്ടി ശ്രമിക്കണം. ആദ്യത്തെ രാവിലെ നമ്മൾ ദ്വാരക്കണം, അല്ലാഹുവേ പടച്ചവനെ ഈ റമളാനിൻ്റെ എല്ലാ പോരിശയും തറാവിഹിൻ്റെ എല്ലാ കൂലിയും എനിക്ക് നൽകണേന്ന് എല്ലാവരും ദ്വാരക്കണം. അപ്പോൾ രോഗിയായി കിടക്കുന്നവരുണ്ട്, മുട്ടിന് പാടില്ലാതെ, നടുവിന് പാടില്ലാതെ തറാവിഹ് പൂർണ്ണമായിട്ട് നിസ്കരിക്കാൻ പറ്റാത്തവരുണ്ട്. അവരെല്ലാം കഴിയുമെങ്കിൽ 2 റക്അത്തെങ്കിലും, കഴിയുമെങ്കിൽ, ഞാൻ സുഖമില്ലാത്തവരെ കുറിച്ചാണ് പറയുന്നത്, മിനിമം 2 നമ്മൾ നിസ്കരിച്ച് അതിൻ്റെ ബറക്കത്ത് നേടണം. പരമാവധി വീട്ടിൽ തന്നെ, സഹോദരിമാരോടും പറയാം, മറ്റുള്ളവരത്തേക്ക് പോകുന്നതിനേക്കാൾ ഏറ്റവും നല്ല സ്വന്തം വീട്ടിൽ തന്നെ തറാവി നിസ്കാരം. വീട്ടിലുള്ളവർ മതി, ഒന്ന് നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കണം. എല്ലാ പോരിശയും എല്ലാവരും നേടണം. ദുആയിൽ എല്ലാവരും ഓർക്കണം, എല്ലാവരെയും ഓർക്കും. ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ക്ലാസ് അപ്ഡേറ്റഡ് ആണ്. റമളാനിൻ്റെ ഓരോ വിഷയങ്ങളും, ഓരോ തറാവീഹിൻ്റെയും നോമ്പിൻ്റെയും മഹത്വങ്ങളൊക്കെ പറയാനുണ്ട്, നോമ്പ് തുറ അത്താഴമൊക്കെ പറയാനുണ്ട്. കൃത്യമായിട്ട് പ്രിയപ്പെട്ടവരെ ഒന്നും നഷ്ടപ്പെടാതെ എല്ലാവരും കേൾക്കണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. കമൻറ്റ് നിർബന്ധമാണ്. അള്ളാഹു അടുത്ത ഒരു വിജ്ഞാനത്തിൻ്റെ നുറുങ്ങുവെട്ടമായി അടുത്ത ക്ലാസ്സിൽ പങ്കെടുക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.